നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യുന്നില്ല. അതെ അത് നമ്മൾ ശ്രദ്ധിച്ചാലും ചില ആൾക്കാർ ഭയങ്കര പൈസയുള്ള ദാരിദ്ര്യം ആവശ്യത്തിന് വീട്ടിലുണ്ട്. അതിനർത്ഥം പക്ഷേ അതിനർത്ഥം നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ടാകും. ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കാണും, എല്ലാവരോടും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നു. ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചോളൂ. നാളെ അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും പിന്നെ വയസ്സായ പിന്നെ അപ്പനെയൊക്കെ കൂട്ടി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾ പറയും ആ വിജില് പറഞ്ഞിട്ടാ അല്ലെ അംബിക പറഞ്ഞിട്ടാ. ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊരിക്കലും മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കോലത്തിൽ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല. അത് ഈ യൂട്യൂബർമാർ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിക്കാൻ പോണ ഫുഡ് നിങ്ങളെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടോ? അത് എത്രമാത്രം രസമുണ്ട് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളൊരു ഡ്രസ്സിന് പ്രൊമോഷൻ ചെയ്യാൻ പോകുമ്പോൾ അതിന് എത്ര ക്വാളിറ്റി ഉണ്ട് അത് നിങ്ങൾ ചിന്തിക്കാറില്ല. ഒരു കാര്യങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾക്ക് അപ്പം കാശ് കിട്ടണം, നിങ്ങളെ കാര്യങ്ങൾ നടക്കണം. മറ്റുള്ള ആൾക്കാർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടോ, അത് വാങ്ങിച്ചുകൊണ്ട് നഷ്ടമുണ്ടോ, അതൊന്നും ശ്രദ്ധിക്കൂല. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ മതി. എന്താ പറയുക, നമ്മൾ ചെയ്യണ കാര്യത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷങ്ങൾ ആ വീഡിയോക്ക് കാശ് വാങ്ങാതെ തിരിച്ചു പോരുക. എന്തിനാണ് മറ്റുള്ള ആളുകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങുന്നത്? കാരണം അത് ഒരു പാവപ്പെട്ട മനുഷ്യന് ആ സാധനം വാങ്ങുന്ന സമയത്ത് അയാൾക്ക് അതിന് മാത്രം നിങ്ങളെ പറഞ്ഞ പൊലിമ അതിനുണ്ടെന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നത്. നിങ്ങളിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാം ചണ്ടി ചമ്മൽ ഏറ്റെടുക്കരുത്. കാരണം 80% ആളുകളും പർച്ചേസിങ് ചെയ്യണതും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോണതും ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ലതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക, അല്ലാത്ത പക്ഷം തള്ളി വിടുക. എന്തിനാണ് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണത്? അതേപോലെ നിങ്ങൾ കഴിക്കാൻ പോണ ഭക്ഷണം കൊണ്ട് മറ്റൊരാൾക്ക് അത് ഭാവിയിൽ ദോഷങ്ങൾ വരുമെങ്കിലും ചെയ്യരുത്. പൈസ മാത്രം പോരല്ലോ, മനുഷ്യനൊരു പ്രതിബദ്ധത അല്ലേ ഒരു നാടിനെ കുറിച്ച്. ഒരു നാട്ടിലായാലും ആ നാട്ടുകാർക്ക് നമ്മളെ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചിന്തിക്കണ്ടേ? അതാണ് ഞാൻ പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. പൈസ മാത്രം മോഹിച്ച് എല്ലാ ബ്ലോഗും ചെയ്യാൻ നിൽക്കരുത്, എല്ലാ പ്രൊമോഷൻ വീഡിയോയും ചെയ്യാൻ നിൽക്കരുത്. ജനങ്ങൾ ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ നല്ലത് മാത്രം ചെയ്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലാത്ത പക്ഷെ എത്തിക്കണ്ട. എന്തിനാണ് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുള്ളത്? അയാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ എന്തിനാ വെറുതെ പണയം വെച്ചു കൊടുക്കണം? എനിക്കിത് അങ്ങോട്ട് പറയാനുള്ളൂ, നല്ലപോലെ ചിന്തിച്ച് ചെയ്യുക.